ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മൾ ഇറങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, വീടുകളിൽ ചെല്ലുമ്പോഴായാലും ശരി, എന്നെ ഫോൺ ചെയ്തിട്ടായാലും പറയുന്നുണ്ട്, സാറേ നമ്മളൊരു ഒരു ഉദാഹരണത്തിന് ഒരു ലോണിനായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മൊത്തം തടസ്സമാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, എല്ലാം ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരുമ്പോൾ വേറൊരു പേപ്പറില്ല. അങ്ങനെ എത്ര നടന്നിട്ടും ലോൺ ശരിയാവുന്നില്ല. ചിലപ്പോൾ എല്ലാം ശരിയായിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ബാങ്കിൽ നിന്ന് ആ ലോൺ കിട്ടുന്നില്ല. അങ്ങനെ പലതരത്തിൽ, ഞാൻ ലോണിൻ്റെ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ പലതരത്തിലുള്ള, ഇപ്പോൾ ഒരു അഡ്മിഷനായിട്ട് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് പോകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം ശരിയായി, സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് തട്ടി മാറിപ്പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, അത് ഏതിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിക്കുകളും വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സൗഭാഗ്യങ്ങളാണ്. നമുക്ക് രണ്ട് വാസ്തു ഉണ്ട്. ഒന്ന് ഭാരതത്തിൻ്റെ വാസ്തുവും ഒന്ന് ചൈനയുടെ വാസ്തുവും. ഭാരതത്തിൻ്റെ വാസ്തു അനുസരിച്ചിട്ട് ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇരിക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വീടിനകത്ത് ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം ഇദ്ദേഹം അതിനകത്ത് കിടക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശിരസ് വരുന്ന ഭാഗം വടക്ക് കിഴക്കാണ്. അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എവിടെയാണ്? വടക്ക് കിഴക്ക്. അപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗമില്ല, ആ ഒരു മൂല നമ്മൾ പണിഞ്ഞില്ല, അത്രയും ഭാഗം ഫ്രീ ആക്കി വിട്ടുകൊണ്ട് ഇപ്പോൾ ചില ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ വെച്ച് നോക്കിയപ്പോഴത്തേക്കാണ് വടക്ക് കിഴക്ക് ഭാഗമില്ല. ഇതെന്താ നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗപ്പെടുത്തി ഞാൻ ഒഴിവാക്കിയത്? അത് സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് സാറേ. വടക്ക് കിഴക്ക് കുറച്ചു. അപ്പോൾ വടക്ക് കിഴക്ക് ഒരു 10x10 സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വടക്ക് കിഴക്ക് ഭാഗം മിസ്സായി. വടക്ക് കിഴക്ക് മിസ്സായി കഴിഞ്ഞാൽ വീടിൻ്റെ അഭിവൃദ്ധി അതോടെ തീർന്നു. കാരണം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തല്ലേ ശിരസ് വരുന്നത്. അപ്പോൾ ആ സങ്കല്പം അനുസരിച്ച് ശിരസ് അവിടെ നഷ്ടപ്പെട്ടു പോയില്ലേ. ശിരസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് മുന്നോട്ട് പോകുമോ എന്ന് പറയുന്നത് പോലെ വടക്ക് കിഴക്ക് വളരെ 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 പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് വിശ്വാസം അനുസരിച്ചിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവൻ്റെ സങ്കല്പമുള്ളതായിട്ട് പറയുന്നത്. വാസ്തുപുരുഷൻ്റെ ശിരസും അവിടെയാണ്. അപ്പോൾ വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയാൽ വീടിൻ്റെ അഭിവൃദ്ധി കുറയും. അപ്പം അവിടെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയപ്പെടുന്ന കണക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുപോലെ രണ്ടാമത്തത്, വടക്ക് കിഴക്ക് ഭാഗത്ത് ആ മൂല നഷ്ടപ്പെട്ടു പോയിട്ടില്ല, പക്ഷേ കറക്റ്റ് ആ മൂലയിൽ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് പണിഞ്ഞു, എന്നാലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലവിലുണ്ടാവും. അടുത്തത് മൂന്നാമത്തത്, വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല, വടക്ക് കിഴക്ക് ഭാഗത്ത് മിസ്സിങ്ങുമായിട്ടില്ല. അതേസമയം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അപ്പം യാതൊരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ മിസ്സിങ്ങോ ഒന്നും വരാതെ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുക, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ടൂളുകളിലേക്ക് പോകാം. ഇപ്പം നമുക്ക് സ്റ്റോണുകളുണ്ട്. സ്റ്റോണുകളുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ഇത് ഈ സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാളോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റോ എന്തെങ്കിലും നോക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രത്നങ്ങളും ഉപരത്നങ്ങളുമായിട്ടുണ്ട്. രത്നങ്ങളിലാണ് നമുക്ക് ഈ നവരത്നങ്ങൾ വരുന്നതും ഓരോ രക്തത്തിനും ഓരോ നക്ഷത്രം അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം ഓരോ നമ്പർ അനുസരിച്ചിട്ടും ഇന്ന സ്റ്റോണുകൾ ധരിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഉപരത്നങ്ങളിൽ അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അത് നമ്മളുടെ ആവശ്യാനുസരണം ഓരോ രത്നങ്ങൾ ധരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില സ്റ്റോൺസ് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് സിട്രിൻ്റെ സ്റ്റോണാണ്. സിട്രിൻ്റെ ഒരു മാലയാണിത്. ഇത് വെൽത്തിനെയാണ് സിട്രിൻ സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് കഴുത്തിൽ ധരിക്കാം. ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് നമുക്ക് കയ്യിൽ ധരിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോണുണ്ട്. ഇത് നമുക്ക് പേഴ്സിനകത്ത് പൈസ വയ്ക്കുന്ന അലമാരിലൊക്കെ ഇത് സൂക്ഷിക്കുന്നത്. വെൽത്ത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ ഉപയോഗിക്കുന്നു. അടുത്തത്, ഇത് വൈറ്റാണ്. വൈറ്റ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനായിട്ട് നമുക്ക് ധരിക്കാവുന്ന ഒരു സ്റ്റോണാണ്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാം, മാലയായിട്ട് ധരിക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്രേസ്ലെറ്റായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ചെറിയ ചെറിയ ലോക്കറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മാസ്റ്റർ ക്രിസ്റ്റലാണ്. ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കൈവശം കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ക്രിസ്റ്റൽ ഹീലിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് എടുത്തിട്ട് നമുക്കിപ്പം പല സ്റ്റോണുകളുണ്ട്. അതിൽ ഒരു സ്റ്റോൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനൊരു പേരിടുന്നു. എന്നിട്ട് ഇത് എപ്പോഴും നമ്മൾ കൈകൾ കൊണ്ടു നടക്കും. ഇതിന് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ചാൽ അത്രയും സൈഡ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഓരോരോ ആഗ്രഹങ്ങൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് സാധിച്ച് കിട്ടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പ്രോഗ്രാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്രോഗ്രാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്രിസ്റ്റൽ ഹീലിംഗിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത് അതിൻ്റെ പെൻസിൽ ക്രിസ്റ്റലാണ്. ഇതിൻ്റെ പെൻഡൻ്റ് ഉണ്ട്. ഇത് നമുക്ക് കൈവച്ചിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ലോക്കറ്റായിട്ട് ധരിക്കാം. അത്
അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് റോസ് ക്വാർട്സ് ആണ്. ഇത് റോസ് ക്വാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലവ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധരിക്കാം. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ, ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് അവിടെ ഒരു ഇത് റോസ് ക്വാർട്സിൻ്റെ ഒരു സ്റ്റോൺ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാം. ഇപ്പം ഇതിന് പിന്നെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹം നടക്കാനായിട്ട് ഈ റോസ് ക്വാർട്സിൻ്റെ പെൻഡൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്, ഈ ബ്രേസ്ലെറ്റും ധരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്റ്റോൺസും നമ്മളിലുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് വാങ്ങിച്ച് ധരിക്കാവുന്നതാണ്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.